വെൽക്കം ബാക്ക് ടു അവർ ഗരാജ് ഗൈസ്. എല്ലാവർക്കും നമസ്കാരം. ഒരു 2004 മോഡൽ മെഴ്സിഡസ് ബെൻസിൻ്റെ E270 നമുക്ക് രജിസ്ട്രേഷൻ വർക്കിന് വേണ്ടി വന്നിട്ടുള്ളതാണ്. ഒരുപാട് പെയിൻറ് വർക്കുകൾ നമുക്കിതിൽ ചെയ്യാനുണ്ട്, റീപെയിൻറ്റ് ചെയ്യാനുണ്ട് ഗ്ലോസി ബ്ലാക്കിലേക്ക്. നോക്കി കാണാം, ഇതിൻ്റെ ഫ്രണ്ടേജ് ബമ്പറൊക്കെ ഒരുപാട് ഡാമേജും കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഇൻറ്റീരിയറിലും നമുക്ക് ഒരുപാട് രജിസ്ട്രേഷൻ വർക്കുകളുണ്ട്. ഇതിൻ്റെ ഗ്ലാഡിംഗ് ഒക്കെ നമുക്ക് മാറ്റണം, സീറ്റ് മാറ്റണം, ഇൻറ്റീരിയർ കളർ തന്നെ നമുക്ക് മാറ്റാനുണ്ട്. അപ്പോൾ ഇൻറ്റീരിയർ നോക്കാം. സോ ഇൻറ്റീരിയർ കുറച്ച് ഓൾഡാണ്. അതിൻ്റെ സ്റ്റിയറിംഗ് ആണെങ്കിലും ഡാഷ്ബോർഡ് ആണെങ്കിലും ഈവൻ സീറ്റ് കവർ അടക്കം കുറച്ച് ഡാമേജുകളുണ്ട്. സോ നമുക്കത് ക്ലിയർ ചെയ്യാനുണ്ട്, ബാക്കി വർക്ക് ചെയ്യേണ്ടത് കാണാം. നമ്മളത് ഫുള്ള് റീപെയിൻറ്റ് ചെയ്തൊരു പുതിയ ലുക്ക് ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ വണ്ടി കാണാം, ഇതാണ് ഇപ്പോൾ വണ്ടിയുടെ കറൻ്റ് ലുക്ക് എന്ന് പറയുന്നത്. ഫുൾ ബ്ലാക്ക് ഫിനിഷിലേക്ക് നമ്മൾ ഫുൾ റീപെയിൻറ്റ് ചെയ്താണ്. ആക്ച്വലി ഇത് ബ്ലാക്ക് കളർ തന്നെ ആയിരുന്നു, നമ്മൾ ബ്ലാക്കിൻ്റെ തന്നെ വേറൊരു ഫിനിഷിലേക്ക് നമ്മൾ മാറ്റിയിരിക്കുകയാണ്. ഇപ്പോൾ ഒരു ക്രോമിയം ടച്ചുള്ള ഒരു മിറർ ഫിനിഷിലാണ് വണ്ടി കിടക്കുന്നത്. പിന്നെ പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഫ്രണ്ടേജിൽ നിന്ന് നമ്മളൊരു AMG കിറ്റ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഫ്രണ്ടും ബാക്കും നമുക്ക് നോക്കിയാൽ അതിലൊരു ഫോഗ് ലാമ്പും അതിൻ്റെ കട്ടിങ്ങൊക്കെ ഒരു വേറൊരു എയറോഡൈനാമിക് ഷേപ്പിലാണ് വണ്ടി ഇപ്പോൾ കിടക്കുന്നത്. അതുപോലെ ഇതിൻ്റെ സൈഡ് പ്രൊഫൈലിൽ വരികയാണെങ്കിൽ ഒരു അടിപൊളി AMGൻ്റെ അലോയിൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഇത് 17 ഇഞ്ചാണ്. അതേപോലെ പ്ലസ് ഒരു 4 സെറ്റ് ടയർ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ 4 കാലിബർ നമ്മൾ റെഡ് ഫിനിഷിലേക്ക് പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇതൊക്കെയാണ് നമ്മൾ ഇതിൻ്റെ എക്സ്റ്റീരിയറിൽ ചെയ്തിട്ടുള്ള വർക്ക് എന്ന് പറയുന്നത്. സോ അതിൻ്റെ ഇൻറ്റീരിയറിൽ നോക്കുകയാണെങ്കിൽ നമ്മളൊരു ബ്ലാക്ക് ഫിനിഷിൽ നിന്ന് മാറ്റി ഒരു ബ്രൗൺ ബ്ലാക്ക് ഫിനിഷിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതൊന്ന് കിടക്കുന്നത് ആർട്ട് ലെതറാണ്. നമ്മൾ ആർട്ട് ലെതറിലാണ് ഈ ബ്രൗൺ കളറിൽ ചെയ്തിട്ടുള്ളത്. പ്ലസ് ഇതിൻ്റെ വുഡൻ പാനൽസൊക്കെ നമ്മൾ ഡിപ്പ് ചെയ്തിട്ടുണ്ട്. ഒരു വുഡൻ ഫിനിഷിലേക്ക് തന്നെ നമ്മൾ ഡിപ്പ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇതിൻ്റെ ഹെഡ് ലൈനേഴ്സും സൈഡ് പോസ്റ്റ് എല്ലാം നമ്മളൊരു ബ്ലാക്ക് ഫിനിഷിൽ പാക്ക് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെയാണ് മെയിനായിട്ട് ഇതിൻ്റെ ഇൻറ്റീരിയറിൽ ചെയ്തിട്ടുള്ള വർക്ക് എന്ന് പറയുന്നത്. പിന്നെ മൊത്തത്തിലെല്ലാം ഒന്ന് ഇൻറ്റീരിയർ ക്ലീൻ ചെയ്ത് വണ്ടി ഒന്ന് കുട്ടപ്പനാക്കിയിട്ടുണ്ട്. സോ ഇതൊക്കെയാണ് നമ്മളിന്ന് ഈ ബെൻസിൽ ചെയ്തിട്ടുള്ള വർക്കിൻ്റെ വീഡിയോ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഇൻറ്റീരിയർ എക്സ്റ്റീരിയർ എല്ലാം നിങ്ങൾ കണ്ടു. ഇതുപോലെ ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനൽ വരാനുണ്ട്. അടുത്ത വീഡിയോയുമായി കാണുന്നവരെ ബൈ.